കുറച്ച് തടിയുണ്ട്, അതുപോലെ കുറച്ച് ഏജും ഉണ്ട്. അപ്പം നിങ്ങളെപ്പോലെ ചുരിദാറും അതും ഇതൊന്നും ഇടാൻ വയ്യ, നൈറ്റി മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുമ്പോഴും തലേന്നൊക്കെ നമ്മൾ ഇടുക നൈറ്റിയാണ്. 320 ഇല്ലാതെ നമുക്ക് കയ്യും വീതിയൊന്നും കിട്ടൂല. നിങ്ങൾ 320 അജ്രക്ക് വന്ന് കാരണം വീഡിയോ ഇടുമ്പോൾ അത് നോക്കുമ്പോൾ ഒക്കെ ലൈറ്റ് കളറുകൾ, ഒരു രസമില്ലാത്തതുകളാവും. 290 പോലെ നല്ല ചുവപ്പും നീലയും കാപ്പിയൊക്കെ ആയിട്ടുള്ള കളറുകളൊക്കെ ഉള്ളതൊന്ന് 320 കുറച്ച് കൊണ്ടുവരാറിട്ട് എപ്പോഴും കംപ്ലൈൻറ്റ് പറയേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം 320 പല കളർഫുള്ളായിട്ട് ചെറിയ പുള്ളികളൊക്കെ കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിരുന്നു. 400 മെറ്റീരിയൽ എടുത്തിരുന്നു. അത് കൊണ്ടുവന്ന് ചെറിയ ഇനിയിപ്പോൾ രാത്രി വീഡിയോ ഇടാനൊന്നും വയ്യാതായപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ചെറിയൊരു ഷോർട്ട് ഇട്ട്. ആ ഷോർട്ട് ഇട്ടതോടെ ദുരിതരാ മെസ്സേജുകൾ. ഇനി ആകെ 70 പീസാണ് ബാക്കിയുള്ളത് 400 പീസിൽ. ഇതാ കണ്ട ഓരോരുത്തർ റോളായിട്ടൊക്കെ ഒന്നായിട്ടാണ്ട് എടുത്തിക്കുകയാണ്. ഇത് എടുത്തോലതൊക്കെ പാക്ക് ചെയ്ത് വെച്ചതാണ്. നമ്മൾ റെഗുലറായിട്ട് എടുക്കുന്ന ആൾക്കാർ തന്നെ 100 എടുത്തിട്ടുണ്ട്. ഓരോരുത്തർ ഓരോന്നും 2 വെച്ചിട്ട് നമ്മളെ നേരെയുള്ള കസ്റ്റമേഴ്സ്. അല്ലാതെ ഓൺലൈനായിട്ടുള്ള ഒരുപാട് ഇനി 70 പീസാണുള്ളത്. ഇതാത് അപ്പോൾ വേഗം ഫസ്റ്റ് മെസ്സേജ് അയക്കണവർക്ക് ഞാൻ വേഗം അങ്ങോട്ട് കൊടുക്കും. ഫോട്ടോസ് അയച്ചു തരാം. നിങ്ങൾ വാട്സപ്പിൽ വന്നാൽ മതി ഇതിലുള്ള ഈ നമ്പറിൽ. ഇനി നമ്പർ പറയാനറിയില്ല എന്ന് പറഞ്ഞവർക്ക് 92 0 78 15 205 ആ നമ്പർക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ഇട്ട വീഡിയോക്ക് ഉണ്ട് ഓരോരുത്തരുടെ നമ്പർ ഈ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ ഇടലുണ്ട്. ഈ വീഡിയോയിൽ നല്ല ഒരുവിധം ഷോർട്സിലൊക്കെ നമ്പറുണ്ട്. പിന്നെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ വിളിച്ചിട്ട് കിട്ടാൻ എൻ്റെ അനിയൻ്റെ ഭാര്യൻ്റെ വയറാണൽ പരിപാടിയൊക്കെ ആയിരുന്നു ഇന്നലെ. ഇതിലിപ്പോൾ കൂടുതൽ പേര് ഇതിലെടുത്തിട്ടുള്ള ഓണപരിപാടിക്കാണ് ഒരുപോലുള്ള മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞിട്ട് ഒരാൾ 60 പീസ് എടുത്തിട്ടുണ്ട്. 2 കെട്ട്, ഒരേപോലെയുള്ള 2 കെട്ട്, കളറും ഡിസൈനും ഒരുപോലെ ആയാൽ മതി, കളർ ചേഞ്ച് ആയാൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപോലെയുള്ള പീസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ റണ്ണിങ് മെറ്റീരിയൽ എടുക്കല്ല. അത് വേറൊരു നിവൃത്തിയില്ല, ഒരേ കളറ്. കാരണം ഒരു കെട്ടെടുത്താലും അതിൽ 6 7 പീസേ ഒരേ കളറുള്ളത് ഉണ്ടാവുള്ളൂ. അൽഹംദുലില്ലാ നല്ല സന്തോഷമായി. വയനാട് പോയിട്ട് നമ്മൾ കൊടുത്തതിൻ്റെ വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങളിൽ പലരും തന്നോലാണ്, പക്ഷെ അതിന് വലിയൊരു വ്യൂസ് കാണില്ല. അതിനർത്ഥം ആ വീഡിയോ നിങ്ങൾ കാണാത്തതാണോ എന്നറിയില്ല. എന്തായാലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരോട് പറയുകയാണ്, നിങ്ങൾ വീഡിയോ കാണണം എന്നല്ല, നമ്മൾ കൊടുത്തിട്ടുണ്ട്. അർഹതപ്പെട്ട 2 കുട്ടികളെ കയ്യിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കയ്യിൽ കൊടുത്താൽ പോൽക്ക് ഇപ്പം 100 റുപ്യ 500 റുപ്യം തിരിച്ചറിയാത്ത പ്രായമാണ്. പക്ഷെ ഓൾക്ക് ഓല കാര്യങ്ങൾക്ക് ഓപ്പറേഷൻ വേണ്ട ഒരു കുട്ടി ഉണ്ടാവും, വന്ധികാരണ കുട്ടി. അപ്പോൾ ആ കുട്ടിക്കും മറ്റേ കുട്ടീൻ്റെയൊക്കെ ഭാവിക്ക് ഉപകാരമാവട്ടെ എന്ന് വെച്ചിട്ട് 2 ആൾക്കും അക്കൗണ്ടിലേക്ക് സേവായിട്ട് പൈസ കൊടുത്തിക്കാണ്. കയ്യിൽ കൊടുക്കാനുള്ളതൊക്കെ ഇപ്പോൾ ലീഗിൻ്റെ ആളുകളും മറ്റുള്ളവരൊക്കെ ആയിട്ട് ഒരുപാട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ്. എന്തായാലും നമ്മൾ ഒരുമിച്ച് ഞാനൊരാൾ മാത്രം വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്നെ കൊണ്ട് കുറച്ചേ കഴിയുള്ളൂ. 50, 100, 1000, 2000 ഒക്കെ ആയിട്ട് സഹകരിച്ച് അയച്ചു തന്ന എല്ലാവരോടും ഒരുപാട് നന്ദി. നമ്മളൊരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും ഏറ്റെടുത്ത് ഇനി ഇങ്ങനെ നമ്മളെ കൂട്ടത്തിലുള്ള ആരെങ്കിലുമൊക്കെ കണ്ണീരൊപ്പം നമുക്ക് ഒരുമിച്ച് സാധിക്കുമെങ്കിൽ നമുക്ക് ചെയ്യാം ഇൻഷാ അള്ളാ. എങ്ങനെയുണ്ട് എല്ലാവരുടെയും ഓണക്കച്ചവടം? എല്ലാവരും മെറ്റീരിയലൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ തുടങ്ങിയോ? നമുക്ക് ഓണത്തിനിപ്പോൾ കൂടുതൽ ഓർഡർ ഇട്ടിട്ടുള്ളത് ഫ്രോക്ക് നൈറ്റിക്കാണ്. പക്ഷെ നമ്മളെ ഇത്തമാർക്കൊന്നും അത് പറ്റൂല. എന്നാലും അത് ഇടാൻ കൊതിയാണ് പറഞ്ഞിട്ട് ഓരോരുത്തരെ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നൈറ്റെങ്കിലും യൂസ് ചെയ്തോളാം, ഫ്രോക്ക് നൈറ്റ് കണ്ടിട്ട് കൊതിയാണെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് എന്ത് നൈറ്റിക്കാണ് കൂടുതൽ ഓർഡർ വന്നിട്ടുള്ളത്? എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ? നിങ്ങൾക്കും പിന്നെ പോലെ തന്നെ അജ്രക്ക് തന്നെയാണോ കൂടുതൽ പോകുന്നുണ്ട്? ഷോക്കേസിൽ വെച്ച ട്രോഫി മാരിയായി ഇപ്പം വർദ്ധമാനം യൂണിവേഴ്സിലൊക്കെ. അതൊന്നും ആർക്കും വേണ്ട. എല്ലാവരും അജ്രക്കുണ്ടോ വെച്ച് നടക്കുക. അപ്പോൾ പിന്നെ ഒന്നാമത്തെ അതിൽ ഈ ചുവപ്പും നീലയും കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ, ചുവപ്പ് കണ്ടാൽ പിന്നെ നമുക്ക് എത്ര ആയാലും മടുക്കൂലല്ലോ. ഒരുവിധമൊക്കെ നമ്മൾ മലപ്പുറംകാരാണ് ഈ ചുവപ്പിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. ബാക്കിയുള്ളവർക്കൊന്നും പറയില്ല, എന്താ ചുവപ്പും നീലയും വേണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ ലൈറ്റ് കളർ കൊണ്ടുവരി. ഇത് അജ്രക്കല്ലാത്ത 320 മെറ്റീരിയൽ കുറേ ഉണ്ട്. അത് വേണമെങ്കിൽ അതിന് ഇത്ര റേറ്റ് ഒന്നും ആവില്ല. അത് വേണമെങ്കിൽ അയച്ചുതരാം. അതുപോലെ റണ്ണിങ് മെറ്റീരിയൽ ഇനി ഒറ്റ പീസേ ഉള്ളൂ. നിസ്കാരക്കുപ്പായത്തിൻ്റെ 3 ഷർട്ടുണ്ട്, 3 പീസ് 5 പീസ് വേണമെന്ന് പറഞ്ഞതിന് ഒരാൾ. അപ്പോൾ ഓൾക്ക് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ 3 വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും 3 പീസ് ഉണ്ടാവും. അത് ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് 27 മീറ്ററിൻ്റെ തന്നെ കിട്ടണുള്ളൂ. അത് കട്ട് ചെയ്തിട്ട് തരാൻ ബുദ്ധിമുട്ടാണ്. ഇതാ മാങ്ങാച്ചെത്തുപുള്ളി ബ്ലാക്കാണ് ഇട്ടത്. മാങ്ങാച്ചെത്തുപുള്ളിൻ്റെ ബ്ലാക്ക് കളറാണ്. ഈ ഒരു കളറിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിങ്ങനെ 10 പീസ് ഉണ്ട്.
ഇതിങ്ങനെ കള്ളിയായിട്ട് ഇതൊക്കെ നമ്മളിങ്ങനെ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് നേരെ കാണുമ്പോൾ. നല്ല മെറ്റീരിയലുമാണ്, നല്ല വീതിയും ഇതൊക്കെ ഉണ്ട്. പിന്നെ നല്ല തടിയിൽ എല്ലാവരും ചോദിക്കേണ്ടതാണ്, നല്ല തടിയുള്ളവർക്ക് 320 പറ്റും. നല്ല തടിയുള്ള 56 സൈസുകാർക്ക് 320 പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ വീതി മുഴുവൻ നമുക്ക് നൈറ്റിക്ക് എടുക്കുക, എന്നിട്ട് അടിയിൽ നിന്ന് എക്സ്ട്രാ വരുന്ന പീസ് നമുക്ക് കയ്യിന് കൊടുക്കുക. അങ്ങനെ അല്ലാതെ 58കാർക്ക് 58 60 സൈസ് ഹൈറ്റും ഉണ്ട്, നല്ല തടിയുണ്ട്, കണ്ട 320 കൊണ്ട് പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യുക, അത് വേറെ മുറിച്ചെടുക്കുന്ന തുണി വാങ്ങുക. ഈ ഫസ്റ്റായിട്ട് ഓൺലൈനിൽ നിന്ന് ഇപ്പോൾ ഒരുവിധം പേരൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഓലൊക്കെ എന്ത് ചെയ്യുക, ആ ആളെ ഫോട്ടോസ് ഒന്ന് കാണണം എന്ന് പറയും. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതാ ലൈനിലാണ് കേട്ടോ, അതൊക്കെ അജ്രക്ക് തന്നെയാണ്. ഇതിങ്ങനെ വട്ടത്തിലല്ല, നേരെ തായോട്ടാണ് ലൈന് വരേണ്ടത്. നല്ല ഭംഗിയുണ്ട്. ഇതിൽ നല്ല നീലയും ബ്ലാക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ തീർന്ന് ഇനി ഇതാണുള്ളത്. ഈ 70 പീസാണ് ഇനി ബാക്കിയുള്ളത്. പറഞ്ഞിട്ടുണ്ടല്ലോ, ഫസ്റ്റ് ആരാ മെസ്സേജ് അയക്കണം ഓൽക്കുള്ളത് വേഗം കൊടുക്കും. നമ്മളാൾക്കാരതൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ അവിടെ എടുത്ത് കഴിഞ്ഞ് ഇനി ഞാനതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഇവല അതിൻ്റെ പണി നോക്കിക്കോളും. ഇന്നലെ നമുക്കൊരു ഖദീജ താത്ത വിളിച്ചിരുന്നു, രാമനാട്ടിരുന്ന്. എപ്പോഴും സാധനം എടുക്കേണ്ട ആളാണ്. അപ്പം ഇന്നലെ താത്ത വിളിച്ചിട്ട് വിഷമം പറയാണ്, സാധനം ഇനി എടുക്കാൻ തോന്നണില്ല എത്താ, ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷേ ചിലവിലേക്കാണ്ട് ഓളടുത്തുനിന്ന് ആരും വാങ്ങണില്ല. എൻ്റെ ഒരു അയൽവാസി ഉണ്ട് എന്നോട് ദേഷ്യമുള്ള ആൾ, പറഞ്ഞ് നടക്കുകയാണ്, എന്നോട് അരണോലൊക്കെ എന്നോട് എന്നിട്ട് വന്നുകൊണ്ട് പറയാണ്. അപ്പം ഈ അയൽവാസിനോട് വെറുതെ ഒന്നും ഈ താത്ത പറഞ്ഞില്ലല്ലോ, വല്ലാതൊന്നും ആരും വാങ്ങണമൊന്നുമില്ല, നമ്മളെ അത്യാവശ്യത്തിനൊക്കെ അങ്ങനെ കിട്ടും, വെറുതെ തമാശയൊക്കെ ഒരു നേരത്ത് പറഞ്ഞു. അപ്പോൾ ഈ താത്ത അത് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞാൽ ഓളടുത്ത് ആരും വാങ്ങണില്ല. അപ്പോൾ എന്തോ ഓളെ അടിച്ചണയിലോ ഓളെ തുണിയിലോ എന്തോ തരക്കേട് ഉണ്ടായിട്ടാണ്. അപ്പോൾ ഈ വാങ്ങാൻ വരുന്നോല് ഇവരോട് പറയാണ്, ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വാങ്ങണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ആ താത്ത ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങളെ അയൽവാസിയല്ലേ, എന്തേപ്പോൾ ഇത് വാങ്ങാത്ത, എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടോന്ന് തോന്നണോണ്ടാണ് ഞങ്ങൾ വാങ്ങാത്തതെന്ന്. അപ്പോൾ ആ താത്ത ഒരു പണിയെടുക്കാതെ ഇങ്ങനെ പല്ല് കുത്തി അങ്ങനെ നടക്കണം. അപ്പോൾ ആ താത്താക്ക് നേരം പോകാൻ വേണ്ടിയിട്ട് എന്തേലൊക്കെ ഒരാളെ കാണുമ്പോൾ പറയണ്ട, ആ ഒരു ആവേശത്തിന് പറയണ്ടാണ്. അല്ലാതെ ഈ താത്താണ്ട് ദേഷ്യം ഉണ്ടായിട്ടുമല്ല, എന്നാലും ഓളായിട്ട് ഇപ്പം അങ്ങനെ നന്നാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം അതിൽ ഇവിടെ മിസ്റ്റേക്ക് കൂടുതലും ആരെടുത്താന്ന് അറിയോ, എനിക്ക് വിളിച്ച ഈ താത്താൻ്റെ അടുത്ത് തന്നെയാണ്. ഈ താത്ത എന്തിനാണ് എനിക്ക് സെയിലില്ല എന്നൊക്കെ പറയാൻ പോണേ. നമ്മളങ്ങനെ പൊക്കി പൊക്കി പറയണം എന്നല്ല, എന്നാലും നമ്മളെ പരാജയം ഒരുവിധം നമ്മളാരോടും പറയാത്തതാണ് നല്ലത്. ഇപ്പോൾ ഒരാൾ നിങ്ങളെ കാണുകയാണെന്ന് വിചാരിച്ചോളൂ, എങ്ങനെ ഉണ്ടടി എൻ്റെ കച്ചവടം, ആ ആൾ നിങ്ങളോട് സാധാപത്തിന് ചോദിക്കാവില്ല, പൊട്ടിയെന്ന് പറഞ്ഞാൽ ചിരിക്കാന്ന് വെച്ചിട്ടാവും ചിലപ്പം ചോദിക്കുക. അല്ലാത്ത മനസ്സുള്ളവരും ഉണ്ട് കേട്ടോ, നമുക്കിപ്പോൾ ഒരാളെ മനസ്സ് കാണാൻ പറ്റില്ല. പക്ഷെ എന്ത് തന്നെ ആയാലും നിങ്ങൾ ഒരിക്കലും എനിക്ക് കച്ചവടമില്ല, എൻ്റെ അടുത്ത് ആരും വാങ്ങില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത്. അത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സ്വയം ഇങ്ങനെ പഠിച്ചവൻ എൻ്റെ അടുത്ത് ആരും വാങ്ങണില്ല അങ്ങനെ നിങ്ങൾ വിചാരിച്ചോളി. പക്ഷെ എന്നാലും അത് വേറെ ആരോടും പറയണ്ട. ഒരാൾ ചോദിക്കണമെങ്കിൽ കൂളായിട്ട് പറയും, എൻ്റെ കുടുംബക്കാരും എല്ലാവരും ഇപ്പം എൻ്റെ അടുത്ത് തന്നെയാണ് ഇരിക്കൽ, അല്ലെങ്കിൽ എൻ്റെ അയൽവാസികളും എല്ലാവരും എൻ്റെ അടുത്ത് തന്നെയാണ് വാങ്ങൽ. ഞാൻ കൊണ്ടുവരുന്നതാണ് കഴിയും, പിന്നെ ഞാൻ മടിച്ചിട്ട് ചിലപ്പോൾ കൊണ്ടുവരില്ല. എനിക്ക് എന്തെങ്കിലും ഇപ്പോൾ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അടിക്കാൻ ഒഴിവുണ്ടാവില്ല എന്ന് കാണുമ്പോൾ, എൻ്റെ മക്കളെ പരീക്ഷയും കാര്യങ്ങളാകുമ്പോൾ എനിക്ക് സമയം ഉണ്ടാവില്ല, അപ്പം ഞാൻ കൊണ്ടുവരലില്ല. നമുക്കിപ്പോൾ അതുകൊണ്ട് മാത്രം കഴിയണമെന്നില്ലല്ലോ, ബുദ്ധിമുട്ടുള്ളവരൊന്നും അല്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് അങ്ങനെ കൊണ്ടുവരും, ഒരു രസം തോന്നുമ്പോൾ കൊണ്ടുവരും, പിന്നെ നിർത്തും, അങ്ങനെ ആക്കും. ചിരിച്ചാൽ ആയുസ് കൂടുന്നതാണെന്ന് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ചിരിച്ചാൽ ആൾക്കാർ ഉളംപറി കൊണ്ടേയാക്കൂലേ, അതേമാതിരി തന്നെ നമ്മളെ പരാജയം കേട്ടിട്ട് ഇപ്പോൾ ആരും ചിരിച്ചണ്ടെന്ന് നമ്മളാണ്ട് ഉറപ്പിക്കുക. എന്നുവെച്ചിട്ട് എനിക്ക് നല്ല കച്ചവടമാണ് അങ്ങനെ എങ്ങനെയൊന്നും നോണ പറയും വേണ്ട. പക്ഷെ നമ്മളെ പരാജയം അത് ഇനിയിപ്പം വേറെയുള്ള കാര്യങ്ങളായാലും, ഇപ്പം ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങളായാലും നമ്മളെ ബാധിക്കണം, നമുക്കുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ കൈയുണ്ടോ ആരോടും പറയാത്ത നല്ലത്. നമ്മളിപ്പോൾ ഒരാളെ വിശ്വസിച്ച് പറയും, പക്ഷെ ആൾ നമ്മളെ എതിരാളിൻ്റെയും വിശ്വസ്താവും. അപ്പോൾ അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് പിന്നെ അതാകെ ലോക നായാട്ടായി. അങ്ങനെയാണ് പല കുടുംബങ്ങളും വെട്ടുമുറി രണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കാര്യത്തിൽ ശുഷ്കാന്തി, നമ്മൾ നന്നാവണം എന്നുള്ളത് നമ്മളത്ര വേറെ ആർക്കും ചിന്ത ഉണ്ടാവില്ല. അതുകൊണ്ട് ആരോടും പോയിട്ട് പറയാൻ പാടില്ലാത്തത് കാര്യങ്ങൾ പറയേണ്ട. നിങ്ങൾ സ്വയം നിങ്ങൾക്കുള്ള വണ്ടിയും വലിയും ഉണ്ടാക്കിയിടണ്ട. നിങ്ങൾക്ക് അടിക്കാൻ അറിയോ, മോഡലുകൾ അറിഞ്ഞില്ലാത്തൊരു ടെൻഷൻ ആവണ്ട, അതൊക്കെ യൂട്യൂബിൽ നോക്കി അടിക്കുക, പല ആൾക്കാരും ഇട്ടതുണ്ടാവും. നിങ്ങൾക്ക് കഴിയേണ്ട പണിയാണോ, നിങ്ങൾക്ക് നേരമുണ്ടോ, അത് നിങ്ങൾ ചെയ്യുക. ബാക്കിയൊക്കെ താനേ വരും, ഇന്ന് വന്നില്ലെങ്കിൽ നാളെ വരും ഇൻഷാ അല്ലാഹ്. കുറച്ച് ക്ഷമയോടെ കാത്തിരുന്നാൽ മതി. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല.